എനിക്ക് കുറച്ച് നാളത്തെ ഒരു സംശയമാണ്. സ്വലാത്ത് അധികരിപ്പിച്ചാൽ മുത്തുനബിയെ സ്വപ്നം കാണാന്നുള്ളത്. ഞാൻ പലതവണകളായിട്ട് സ്വലാത്ത് അധികരിപ്പിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് കാണാൻ കഴിയുന്നില്ല. ഇതിനെ കുറിച്ച് എങ്ങനെ കാണാം എന്നുള്ളതെന്ന് പറഞ്ഞുതരോ? സ്വലാത്ത് ഒരുപാട് ചൊല്ലിയാൽ മുത്തുനബിയെ കാണാൻ പറ്റും, ശരി തന്നെയാണ്. പക്ഷെ അതിന് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഫഹദിന് ബിരിയാണി ഇഷ്ടമാണോ? തീർച്ചയായിട്ടും. ഏത് ബിരിയാണി ഇഷ്ടം? ബിരിയാണി എല്ലാ ബിരിയാണി ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബിരിയാണി? ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തലശ്ശേരി ബിരിയാണി തീർച്ചയായും ഇഷ്ടമാണ്. മഞ്ഞാലി ബിരിയാണി അല്ലേ? പലതും പല ഫ്ലേവറുള്ള പല ഫ്ലേവറാണ്. അപ്പോൾ ഒരു ദിവസം തസ്ബീഹ് ഇങ്ങനെ കയ്യിലെടുത്തു ഫഹദ്. എന്നിട്ട് ഫഹദിന് നല്ല വിശപ്പുണ്ട്. തലശ്ശേരി ബിരിയാണി ഞാൻ ഭയങ്കര കൊതിയുണ്ട്. മാല എടുത്തുണ്ട്. തലശ്ശേരി ബിരിയാണി, തലശ്ശേരി ബിരിയാണി, തലശ്ശേരി ബിരിയാണി, തലശ്ശേരി ബിരിയാണി, തലശ്ശേരി ബിരിയാണി, തലശ്ശേരി ബിരിയാണി. ഞാൻ 100 ചൊല്ലിയിട്ടും ബിരിയാണി വെച്ച ഫീൽ എനിക്ക് കിട്ടിയില്ലല്ലോ. ബിരിയാണി കഴിക്കേണ്ട നല്ല ഫീൽ കിട്ടുള്ളൂ. അപ്പോൾ സ്വലാത്ത് വെറുതെ ചൊല്ലിക്കൊണ്ട് മാത്രമായില്ല. ഈ സ്വലാത്ത് ചൊല്ലപ്പെടുന്ന ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ പ്രണയം വേണം. ആ മുത്തുനബിയെ കാണാനുള്ള കൊതി വേണം. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വഴിയെ നടക്കാനുള്ള ശ്രമം വേണം. ഈ ശ്രമവും സ്വലാത്തും കൂടെ ചേർന്ന് വരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ബിരിയാണി ഏതെങ്കിലും കടയിലുണ്ടായിട്ട് കാര്യമില്ല, അങ്ങോട്ട് നടക്കണം. കൊതി മനസ്സിലുണ്ട്. ആ കൊതി സാക്ഷാത്കരിക്കണമെങ്കിൽ ആ കടയിലേക്ക് ഞാൻ യാത്ര ചെയ്യണം, ബിരിയാണി കയ്യിലെടുക്കണം, ഞാനത് കഴിക്കണം. സ്വലാത്ത് വെറുതെ ചൊല്ലിയതുകൊണ്ട് കാര്യമില്ല, അതിന് കൂലി കിട്ടൽ മാത്രമല്ലല്ലോ നമുക്ക് വലുത്. നബിയെ കാണണം. അപ്പോൾ മുത്തുനബി ആരാണെന്ന് തിരിച്ചറിയണം, അവിടുത്തെ പ്രണയിക്കണം, അവിടുത്തെ സ്നേഹിക്കണം, അവിടെ നിന്ന് നടന്ന വഴിയിലൂടെ നടന്നുകൊണ്ട് സ്വലാത്ത് ചെല്ലണം. കാണാൻ പറ്റും ഹബീബിന്. ഇമാമിങ്ങളൊക്കെ കണ്ടില്ലേ, മുത്തുനബി അങ്ങേയറ്റം കാരുണ്യത്തിൻ്റെ ഔദാര്യത്തിൻ്റെ നിറകുടല്ലേ, റഊഫുർ റഹീമാണെന്നല്ലേ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. വരും നമ്മുടെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.